ഒരിക്കൽ ഒരു സമ്പന്നനായ വ്യക്തി ഒരു ദിവസം ഒരു പ്രഖ്യാപനം നടത്തി. നാളെ രാവിലെ 9 മണിക്ക് എൻ്റെ വീടിൻ്റെ പ്രധാന വാതിൽ ഞാൻ തുറന്നു വെക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഭവനത്തിൽ കടന്നു കയറാം. ഭവനത്തിൽ വന്നിട്ട് ആ ഭവനത്തിലുള്ള എന്ത് വിലപിടിപ്പുള്ള ഐറ്റവും നിങ്ങൾക്ക് കൊണ്ടുപോകാം. അവിടെയുള്ള മുഴുവൻ ഫർണിച്ചറുകൾ, TV ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, എന്താണോ വില കൂടി നിങ്ങൾക്ക് കണ്ണിൽ കാണുന്ന എന്താണോ നിങ്ങൾക്ക് സ്വന്തമാക്കി നിങ്ങൾക്കത് എടുത്തുകൊണ്ട് പോകാം എന്ന് ഒരു പ്രഖ്യാപനം നടത്തി. അത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു. പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോൾ താൻ വീടിന്റെ പ്രധാന വാതിൽ തുറന്നിട്ടു. അതിനുശേഷം നാട്ടുകാരെല്ലാവരും ഓടി വന്നു. TV എടുത്തുകൊണ്ട് ഒരാൾ കെട്ടിലെടുത്തോണ്ട് പോകുന്നു, ഒരാൾ TV എടുത്തോണ്ട് പോകുന്നു, ഒരാൾ സെറ്റ് എടുത്തോണ്ട് പോകുന്നു. അങ്ങനെ വിലവെടുപ്പൊക്കെ തനിക്ക് തോന്നിയ എല്ലാ ആൾക്കാരെല്ലാവരും പറക്കി എടുത്തോണ്ട് പോയപ്പോൾ ഒരു കൊച്ചു ബാലിക വന്നിട്ട് നേരെ മുൻപോട്ട് കയറി വന്നിട്ട് ഈ വീടിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ കയറി പിടിച്ചു. ഉടമസ്ഥന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ആ ബാലിക ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും അവിടെ നിന്ന് നിങ്ങളുടെ കയ്യിലെ സാധനങ്ങളെല്ലാം എല്ലാവരും താഴെയിട്ട്, ഒരാൾ പോലും ഇനി ഒരു സാധനവും ഇതിൽ തൊട്ടേക്കരുത്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ ഈ കുട്ടി സ്വന്തമാക്കി. എന്താണ് ഈ കഥയിലെ ഒരു അർത്ഥം? ഈ കഥയുടെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. പല ആൾക്കാരും, നമ്മളുടെ വിശ്വാസികൾ, കൂട്ടു സഹോദരങ്ങൾ പലരും, പാസ്റ്റർമാരായ ഞങ്ങളോട് പലരും പ്രാർത്ഥനാ വിഷയം പറയുന്നത് ഒക്കെ നല്ല രസമാക്കേട്ടാൽ അവർക്ക് വീട് വേണം, കാറ് വേണം, നല്ലൊരു ജീവിത സൗകര്യം വേണം, അവർക്ക് സാമ്പത്തികമായി മുന്നേറണം, രോഗങ്ങൾ സൗഖ്യമാകണം, ഉന്നത നിലയിലൊരു ജീവിത നിലവാരത്തിൽ അവർക്ക് പോകണം. ഇതൊക്കെയാണ് അവരുടെ ആവശ്യം. അഥവാ എല്ലാവർക്കും വിടുതൽ മതി, വിടുവിക്കുന്നവനെ വേണ്ട. സ്തോത്രം. എന്നാൽ നിങ്ങൾക്ക് വിടുതൽ വേണം, വിടുവിക്കുന്നവനെ വേണം. വിടുവിക്കുന്നവനാണ് വേണ്ടതെങ്കിൽ ഇന്ന് കർത്താവിന്റെ കരം കൂടെ പിടിച്ചു. ആ കൊച്ചുകുട്ടി തനിക്ക് ആ സമ്പന്നനായ വ്യക്തിക്ക് ഉള്ളതൊന്നും പിടിക്കാതെ ആ വ്യക്തിയെ മുറുകെ പിടിച്ചപ്പോൾ ആ വ്യക്തിയുടെ മുഴുവൻ അവൾ സ്വന്തമായി.